എന്നെ കാണാനും കേൾക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എസ് എന്ന ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. സോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വെബിനാർ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ആണ് ഇന്ന് ഞാനിപ്പോൾ നടത്തുന്നത്. നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഭവമാണ് സന്തോഷം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷപരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷത്തിലോട്ട് എങ്ങനെ നമുക്ക് നീങ്ങാം ഒരു ഷോർട്ടായിട്ടുള്ളൊരു സെഷൻ കൂടിയാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങളുണ്ടായിരിക്കും, ദുഃഖങ്ങളുണ്ടായിരിക്കും, ചിലപ്പം വെറുപ്പുകളുണ്ടായിരിക്കും. എല്ലാം കൂടി ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു ജീവിതമാണ് മനുഷ്യൻ്റേത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരെയും ഈ ഒരു ഫ്രീ സെഷനിലോട്ട് അല്ലെങ്കിൽ ഫ്രീ വെബിനാറിലോട്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തായ സമയം ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ കാണിച്ച ആ മനസ്സിനെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് എങ്ങനെ ഒരു ദിവസം പോസിറ്റീവായിട്ടിരിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഈ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റൂ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ചെറിയ ചെറിയ ഹാബിറ്റ്സുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സോ ഞാൻ ഈ ഒരു സെഷൻ ഡീപ്പായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥ, അതായത് 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ 10 എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം, 1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 10 കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖമോ ചിലപ്പോൾ ആർക്കാരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ ഒക്കെ ഉണ്ടായിരിക്കും. അതനുസരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷമാണ്, ഹാപ്പിനെസ്, ഫുൾ ഓഫ് ഹാപ്പിനെസ് ആണെങ്കിൽ 10 കൊടുക്കുക. അത്രയും ഹാപ്പിനെസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് 10 മുതൽ 1 വരെയുള്ള നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എന്താണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം 5 ടൈപ്പ് ചെയ്യാം. ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു. സോ ഈ ഒരു 5-ൽ നിന്നും നിങ്ങളെ 10-ലോട്ട് എത്തിക്കാൻ പറ്റില്ലെങ്കിലും ഒരു 8 വരെയൊക്കെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അതിന് നിങ്ങളും കൂടി എനിക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഓക്കെ, റെഡി ആണല്ലോ? റെഡി ആണെന്നുണ്ടെങ്കിൽ 6 ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ നമ്മളെപ്പോഴും തിരക്കിലാണല്ലേ? നമ്മളെപ്പോഴും തിരക്കിൽ, രാവിലെ ഉറക്കം എണീറ്റ് രാത്രി വരെ നമ്മളെന്താണ് ഭയങ്കര തിരക്കിലാണ്. അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ തിരക്കിലാവുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കൂടുതലായിട്ട് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റാത്തത്. നമുക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെൻഷൻസ് ഉണ്ടായിരിക്കും, നമുക്ക് നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ അറിയാതെ തന്നെ പോവുകയാണ് അല്ലേ? സോ പെട്ടെന്ന് ഒരു ചെറിയൊരു കാര്യം, ചിലപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോഴോ അത് നമ്മൾ ആ രസിക്കേണ്ട സമയത്ത് ചിലപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നാം. കാരണം എന്തുവാണ്, നമ്മുടെ ഫുൾ ഓഫ് മൈൻഡ് കംപ്ലീറ്റ് ടെൻഷനിലാണ്. ആ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും നമ്മുടെ ദേഷ്യം തീർക്കുന്ന ഒരു ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ്. ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ്, നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ പലപ്പോഴും കാണുന്നത്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലുണ്ട്, എന്നാൽ അത് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എവിടെ സന്തോഷം ഇരിക്കുന്നതെന്ന്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് എന്താണ്, എക്സ്റ്റേണൽ ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവർ ഉള്ളുകൊണ്ട് കരയുന്നവരായിരിക്കും. ചില ആൾക്കാർ എന്തായിരിക്കും, ഒന്നും കാണില്ല പക്ഷെ അവരെന്തുകൊണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും. നമ്മൾ സാധാരണയായിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ
നമുക്ക് എന്തുണ്ടോ എന്തില്ലയോ അത് രണ്ടാമത്തെ കാര്യം. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ ഉള്ളുകൊണ്ട് സന്തോഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുമ്പോഴാണ് നമുക്കവിടെ നമ്മുടെ ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം റീക്രിയേറ്റ് ചെയ്യാൻ റെഡിയാണല്ലോ. അപ്പം നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ കണക്ക് വലിയ വീടോ വലിയ കാറോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കണക്ക് നമുക്ക് നടക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു ജേണിയാണ്, ഒരു യാത്രയാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം നമ്മളിപ്പം ഒരു കേരളത്തിൽ നിന്ന് ഒരു ബാംഗ്ലൂരിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് സന്തോഷം എന്ന് പറയുന്നൊരു യാത്രയാണ്. ഈ സന്തോഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് പുറത്തുള്ള കാര്യങ്ങളല്ല, പുറത്തുള്ള കാര്യങ്ങൾ മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെയാണ്. അപ്പം നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാം മതിമറന്നുകൊണ്ട് ആ യാത്രയിൽ നമ്മൾ സന്തോഷിക്കാറുണ്ടല്ലേ. ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത്, അല്ലെങ്കിൽ ആരെയൊക്കെ കൊണ്ടുപോകണം, ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്തും എന്തൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതെങ്ങനെ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും എങ്ങനെ സന്തോഷം കൊടുക്കാം എന്ന് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. നമ്മളെപ്പോഴും പറയും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം. ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ആൽഫബറ്റ്സ് അറിയാം, എ ബി സി ഡി അറിയാം. നമ്മൾ സാധാരണയായിട്ട് എക്ക് 1 അല്ലേ, ഫസ്റ്റ് ലെറ്റർ എ എന്ന് പറഞ്ഞാൽ 1, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇങ്ങനെ നമ്മൾ എ ബി സി ഡിക്ക് കംപ്ലീറ്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുത്തു കഴിയുമ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാര്യത്തിന് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 100 ആണ് കിട്ടുന്നത്. അതായത് ആറ്റിറ്റ്യൂഡിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100 ആണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ, അതായത് എക്ക് 1, ബിക്ക് 2, സിക്ക് 3 ഇങ്ങനെ നിങ്ങൾ കൊടുത്തുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ATTITUDE ഇത് നിങ്ങൾ എഴുതിയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് അത് സം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 100ആണ്. അതായത് ഒരു മനുഷ്യന്റെ മനോഭാവമാണ് ആ മനുഷ്യനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാറ്റുന്നത്. അപ്പം നമ്മൾ ഏതൊരു കാര്യം നടന്നു കഴിഞ്ഞാലും അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മനോഭാവം എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. അത് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് ആണല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ്. സോ നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യുക, AT എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. AT നമ്മൾ ഇന്ന് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ ശ്രമിക്കുകയാണ്. AT എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സോ അതായത് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട കാര്യം, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടല്ലേ. ഇവിടെ വീഡിയോയിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടെന്നെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ ഒന്ന്. ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. സോ സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യനില്ല അല്ലേ. എല്ലാവർക്കും രാവിലെ ഒരു 24 ഹവേഴ്സിനകത്ത് ഏതാണ്ട് ഒരു കൂടുതൽ ഭാഗവും അല്ലെങ്കിൽ കൂടുതൽ പെർസെൻറ്റേജും നമുക്ക് എന്തായിരിക്കും, സ്ട്രെസ് ആയിരിക്കും വരുന്നത്. ഈ സ്ട്രെസ്സാണ് നമ്മുടെ സന്തോഷത്തിനെ ബാധിക്കുന്നത് അല്ലേ. സ്ട്രെസ് കുറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക സ്ട്രെസ് ഇല്ലാതെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എവിടെന്നോ ഒരു സ്ട്രെസ് വരുന്നു, ആ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ സന്തോഷം കംപ്ലീറ്റ് ഇതാവില്ല. നമ്മൾ ചിലപ്പം കുട്ടികളായിട്ടൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്ന സമയമായിരിക്കും, അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ വിളിച്ചിട്ട് ഇന്നതാണെന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, അപ്പം നിങ്ങളുടെ മൂഡ് കംപ്ലീറ്റ് പറയും. എന്താ മൂഡ് കംപ്ലീറ്റ് പോയിട്ട് നിങ്ങൾ അവിടെ എന്താണ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവാൻ തുടങ്ങും, പിന്നെ ഭയങ്കര ദേഷ്യമാവും, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പോലില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതായത് ഈ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ആകെ കണ്ണടച്ചിട്ട് പറയുക. നമ്മൾ കണ്ണടയ്ക്കുക, ഒന്ന് കണ്ണടച്ചിട്ട് ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഐ എം കൂൾ, ഐ എം കൂൾ, ഐ എം കൂൾ, ഐ എം കൂൾ എന്ന് പറയാം. സോ ഏതൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവിച്ചാലും, എത്ര ഭീകരമായിട്ടുള്ള കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ഐ ആം കൂൾ, ഐ ആം കൂൾ, ഐ ആം കൂൾ, ഐ ആം കൂൾ, ഐ നോ, എനിക്കറിയാം, ഓക്കെ ഞാൻ കൂളാണ് എന്ന് നിങ്ങൾ പറയാം. അതായത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യില്ല, അത് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പം
ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ് നമ്മുടെ സന്തോഷത്തിനെ അഫക്റ്റ് ചെയ്യും. ഈ സന്തോഷത്തിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ആദ്യം ഐ ആം കൂൾ എന്ന് പറയുന്നൊരു വാക്ക് പറയാം. ഐ ആം കൂൾ, ഐ ആം കൂൾ എന്ന് പറയാം. രണ്ടാമതായിട്ട് പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കാണും അല്ലേ. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ് അല്ല വരുന്നത്. ചിലപ്പോൾ അതിനകത്തൊരു ചെറിയൊരു പോയിന്റ് ആയിരിക്കും, അത് നമ്മൾ കണ്ടുപിടിക്കുക. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഐ ആം കൂൾ എന്ന് പറയുക. എന്നതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നത്, എന്താണ് ആ പ്രശ്നത്തിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും, പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവായിരിക്കും. പോസിറ്റീവ് എനർജി നമുക്ക് എന്തായിരിക്കും, റേസ് ചെയ്യും. അതേസമയം ഒരു സ്ട്രെസ് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ എന്താണ്, നെഗറ്റീവ് ആവുന്നു. നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡൗൺ ആവുന്നു. അതേസമയം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനകത്ത് ഇന്നതാണല്ലോ റീസൺ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. പോസിറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലം ആണ്, ആ നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലത്തിന് നമ്മൾ പോസിറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ പോസിറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് നേരിടാനായിട്ട് പറ്റും. ഇപ്പം നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുകയാണ്. സോ ഈ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ആളുകൾ നെഗറ്റീവായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ ഇഷ്യൂ എന്താണ്, വളരെയധികം വലുതായിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ അല്ലേ. അതേസമയം അത് പോസിറ്റീവായിട്ട് കണ്ടോക്കെ ഇന്നതാണ് ഇന്നതാണ് എന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് നമ്മളതിനെ കാണുകയാണെങ്കിൽ പോസിറ്റീവായിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട്സുകൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതെന്താ ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഐ ആം കൂൾ എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം അതിന് പോസിറ്റീവ് സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. പോസിറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയാം. എന്താണ്, ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയാം. ഈ രണ്ട് വാക്കുകൾ പറയാം. ഐ ആം കൂൾ എന്ന് പറയാം. ഫസ്റ്റ് നിങ്ങൾ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുമ്പം ഐ ആം കൂൾ എന്ന് പറയാം. കണ്ണടച്ചിട്ട് ഐ ആം കൂൾ, ഐ ആം കൂൾ, ഐ ആം കൂൾ എന്ന് പറയാം. രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം, ഓക്കെ ഇന്നതാണ് ഇന്നതാണ്, ഓക്കെ ഐ ആം കോൺഫിഡൻറ്റ്, ഞാൻ നേരിടാൻ റെഡിയാണ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയാം. അപ്പം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കുക. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കുക. ആലോചിച്ചിട്ട് നിങ്ങൾ പറയാം ഐ ആം കൂൾ, ഐ ആം കൂൾ, ഐ ആം കൂൾ. 10 പ്രാവശ്യം പറയാം. ഐ ആം കൂൾ, 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 ഐ ആം കൂൾ. ഓക്കെ. ഇനി രണ്ടാമത് ആ പ്രശ്നത്തിനെ പറ്റിയിട്ട് അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുക. ഓക്കെ ഇന്നൊരു പ്രശ്നം വന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇന്നതാണ് പോസിറ്റീവ് സൊല്യൂഷൻ. പറയാം ഐ എം കോൺഫിഡൻറ്റ്, 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 ഐ എം കോൺഫിഡൻറ്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കി. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനി സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? എസ് ഓർ നോ ടൈപ്പ് ചെയ്തേ. എസ് ആണെങ്കിൽ വൈകുന്ന ടൈപ്പ് ചെയ്യുക, നോ ആണെങ്കിൽ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. എസ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജി കൂടുകയും നിങ്ങളുടെ പോസിറ്റീവ് ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ആവുകയും നിങ്ങൾക്ക് ഏതൊരു സ്ട്രെസ്സ് വരുന്ന കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങൾ ആ നിൽക്കുന്ന ഹാപ്പിനെസ് സിറ്റുവേഷൻസിനെ ഒരിക്കലും വേസ്റ്റ് ആക്കേണ്ടി വരത്തില്ല. ഓക്കെ, നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു നമ്മുടെ ചുറ്റുപാടിനകത്ത് സൊല്യൂഷൻസ് ഉണ്ട്. ഈ സൊല്യൂഷൻസ് എവിടെയാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്ട്രെസ് എന്ന് ആലോചിക്കാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചു, ഇത് എവിടെ നിന്നാ സൊല്യൂഷൻ കിട്ടിയത്? നിങ്ങൾ അത് ഞാൻ പറഞ്ഞു, നിങ്ങളത് ചെയ്തു, നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ കിട്ടി. നിങ്ങൾ പറയണില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത്
നമുക്ക് അസുഖമുണ്ടെങ്കിൽ അസുഖത്തിനെ ചികിത്സിക്കാനുള്ള മെഡിസിൻ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ആ മെഡിസിനെ നമ്മൾ കണ്ണ് തുറന്ന് കാണുന്നില്ല, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് കണ്ണുണ്ടായിട്ട് കാര്യമില്ല, അത് കാണാൻ നമ്മൾ ശ്രമിക്കണം. കൈയുണ്ടായിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാൻ പഠിക്കണം. കാലുണ്ടായിട്ട് കാര്യമില്ല, അത് നടക്കാൻ പഠിക്കണം. അത് നമ്മുടെ എല്ലാ അവയവങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലേ. ഏതെങ്കിലും ഒരു അവയവത്തിന് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ? നിങ്ങളുടെ ജനിക്കുന്ന സമയത്ത് ഈ അവയവങ്ങളെല്ലാം, അതായത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് എന്താണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ബോഡി ഉപയോഗിച്ച് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ സന്തോഷം നമ്മൾ കണ്ടെത്താനായിട്ട്. ഇനി ഞാൻ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ പേപ്പറും പെന്നും ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു മിനിറ്റ് തരാം, നിങ്ങളൊരു പേപ്പറും പെന്നും ഫാസ്റ്റായിട്ട് എടുക്കുക. ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാനാണ്. ഓക്കെ ഓക്കെ. പേപ്പറും പെന്നും ഇല്ലാത്തവർക്ക് ഞാനൊരു 2 മിനിറ്റ് തരാം. ഓക്കെ, പേപ്പറും പെന്നും ഉള്ളവർ ഓക്കെ, അല്ലാത്തവരൊന്ന് എടുക്കുക. പേപ്പറും പെന്നും എടുക്കുക. പേപ്പറും പെന്നും എടുത്ത് കഴിഞ്ഞിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ 6 ടൈപ്പ് ചെയ്യാം കേട്ടോ. പേപ്പറും പെന്നും എടുത്തിട്ട് റെഡി ആണെങ്കിൽ 6 ടൈപ്പ് ചെയ്യാം. ഓക്കെ, റെഡി. ഓക്കെ ഓക്കെ, ഒന്ന് വീഡിയോയിലും കൂടി വരിക. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചെറിയൊരു ആക്ടിവിറ്റി, അപ്പോൾ നിങ്ങൾ പേപ്പറും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഇൻഹെയിൽ ചെയ്യുക, നന്നായിട്ടൊന്ന് ഡീപ് ബ്രത്ത് ചെയ്യുക. ഇൻഹെയിൽ ആൻഡ് എക്സേൽ, ഇൻഹെയിൽ ആൻഡ് എക്സേൽ, ഇൻഹെയിൽ ആൻഡ് എക്സേൽ. ഓക്കെ, ഇനി നിങ്ങൾ ഈ കഴിഞ്ഞ 24 അവേഴ്സ് അല്ലെങ്കിൽ ഇന്നലെ എടുക്കുക. ഈ 24 അവേഴ്സിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു 3 നല്ല കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതുക. അത് ചെറുതാവാം അല്ലെങ്കിൽ വലുതാവാം. 3 നല്ല കാര്യങ്ങൾ, ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന 3 നല്ല കാര്യങ്ങൾ. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. കാരണം എന്തുവാണ്, നിങ്ങൾക്ക് ആ 3 നേരം ഫുഡ് കഴിക്കാൻ പറ്റി പോട്ടെ, ഈവൻ ഒരു ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാം. ഇപ്പം നിങ്ങളൊരു പുതിയൊരു ഫ്രണ്ടിനെ കണ്ടു, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെട്ടു, അതൊക്കെ എഴുതാം. അങ്ങനെയുള്ള ഏറ്റവും നിങ്ങൾക്ക് എന്താണ് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതുക. 3 കാര്യങ്ങൾ എഴുതുക. എത്ര പേര് എഴുതിയായിരുന്നു? ഞാൻ കുറച്ചുപേര് ലേറ്റ് ആയിട്ടാണ് വന്ന് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു പേപ്പറും പേനയും എടുക്കുക. ലാസ്റ്റ് 24 അവേഴ്സിൽ നടന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതുക. അത് ചെറുതാണെങ്കിലോ വലുതാണെങ്കിലോ ഒന്നും പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈവൻ ഒരു കുറച്ച് നടക്കാൻ പോയി, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നന്നായിട്ട് നടക്കാൻ പറ്റി, നിങ്ങൾ പ്ലാന്റിങ് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. എത്ര പേര് എഴുതി? ഫിനിഷ് ആണെങ്കിൽ എഫ് എന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേര്? ഓക്കെ, യെസ്, ഓക്കെ. ഫിനിഷ് ചെയ്തു. ഓക്കെ ഓക്കെ, ഒന്ന് വീഡിയോയിൽ വരൂ, എന്നാലേ എനിക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? എഴുതി കഴിഞ്ഞപ്പോൾ എന്താ തോന്നി? സാധാരണയായിട്ട് നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിന് നോക്കുന്നത് നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഓ എനിക്കത് സംഭവിച്ചില്ലല്ലോ, എനിക്കിത് സംഭവിച്ചില്ലല്ലോ, ഞാൻ അവിടെ പോയില്ലല്ലോ, എനിക്കിത് ഇവിടെ കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് നിങ്ങളുടെ ബ്രെയിന് സെർച്ച് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴാണ് ബ്രെയിൻ എന്ത് ചെയ്യുന്നത്?
ഓ, പുതിയ എന്തോ പുതിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നത്. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ബ്രെയിൻ റീവയറിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബ്രെയിനിനെ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രെയിനിനെ നമ്മൾ പരിശീലിപ്പിക്കും. അതായത് ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എന്തായിരിക്കും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ നിങ്ങൾ 24 ഹവേഴ്സിൻ്റെ എഴുതി, നാളെയും എന്തേക്കാം 24 ഹവേഴ്സിൻ്റെ ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ ഒരു 7 ദിവസം നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ ബ്രെയിൻ എന്തായിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെ എന്തായിരിക്കും സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഹാപ്പിയാണോ? എത്ര പേര് ഹാപ്പിയാണോ? ഹാപ്പി ആണെങ്കിൽ ടൈപ്പ് ചെയ്തേ. നമുക്കൊരു ആക്ടിവിറ്റി ഞാൻ തന്നിട്ടുണ്ട്. ഹാപ്പി ആണെങ്കിൽ ഓക്കെ, ഹാപ്പി. ഇത് ചെയ്യാട്ടോ, ഇത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ നിങ്ങളുടെ പോസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും കൂടുതൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഐ എം കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് നോക്കുക, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ ഞാൻ സ്ട്രെസ്ഡ് ആവുന്നേ, വൈ എന്ന് നിങ്ങൾ ചോദിക്കുക. ഞാൻ സ്ട്രെസ് ആവത്തില്ല, ഞാൻ കൂളാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് മെയിനായിട്ട് ഹാപ്പി ഹോർമോൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താണ്, ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹോർമോൺസ് ഒക്കെ നമുക്കുണ്ട്. അതായത് നമുക്ക് ഡോപ്പമിൻ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ഡോപ്പമിൻ? സോ ഈ ഡോപ്പമിൻ മെയിനായിട്ട് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ, സോ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെയോ നമ്മുടെ പാരൻസിനെയൊക്കെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. പിന്നെ അതുമില്ല, സെറോട്ടോണിൻ ഉണ്ട്. സെറോട്ടോണിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു അല്പം നമ്മളൊന്ന് പുറത്തു പോവുക, ഒന്ന് നടക്കുക. അപ്പോൾ അപ്പോഴൊക്കെ എന്തായിരിക്കും, നമ്മളിപ്പം ഒരു ഒരു കുറച്ച് നേരം നമ്മൾ നല്ലൊരു എന്താണ്, നമ്മൾ പാർക്കിലൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് എയേഴ്സ് ഒക്കെ കൊള്ളുമ്പോൾ നമുക്ക് എന്തായാലും ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ സെറോട്ടോണിൻ ചെയ്യുന്നത്. പിന്നെ അതുമില്ല, എൻഡോഫിൻസ് ഉണ്ട്. അതായത് നമ്മൾ നന്നായിട്ട് ചിരിക്കുക, എല്ലാ ദിവസവും നമ്മൾ ചിരിക്കുക. അതുപോലെ നമ്മൾ എന്താ എക്സസൈസ് ഒക്കെ ചെയ്യുക. സോ നമ്മൾ എന്തെങ്കിലും കോമഡി ഒക്കെ കണ്ട് നമ്മൾ ചിരിക്കുക, അത് നമ്മൾ നമ്മുടെ വീട്ടിനകത്തുള്ളടത്തൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്താണ്, അവിടെ ഹാപ്പി ഹോർമോൺസ് നമുക്കവിടെ ജനറേറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്രിയേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സ്ട്രെസ് ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്കെങ്കിലും, ഒരു നമ്മുടെ ഈ ബാലരമ, ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ബാലരമ, പൂമ്പാറ്റയൊക്കെയാണ്. ഇപ്പം ആരും അത് വായിക്കാറില്ല, പക്ഷേ നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ മറ്റേ ലുട്ടാപ്പിയുടെ കഥയോ ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ വായിക്കുക. അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ എന്തായിരിക്കും, നമ്മുടെ കുഞ്ഞു പ്രായത്തിലോട്ട് പോവുകയും നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ക്രിയേറ്റ്, എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വിചാരിക്കാനുള്ളൂ, നമ്മൾ എത്ര ഏജ് ആയി കഴിഞ്ഞാലും നമ്മൾ എന്നും ഒരു കുഞ്ഞാണെന്ന് വിചാരിക്കുക. കാരണം എന്താണ്, നമ്മുടെ ശരീരം വളരുന്നു എന്ന് അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ചേഞ്ചസ് വരുന്നു എന്നല്ലാതെ നമ്മൾ എന്നും ഒരു എന്താണ്, ഒരു കുഞ്ഞു കുട്ടിയാണ്. ആ കുഞ്ഞു കുട്ടിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഹാപ്പിനെസ് ആയിരിക്കും. ഒരു 2 വയസ്സായ കൊച്ചിനെ നോക്കുമ്പോൾ ആ കൊച്ച് ആകെ എന്താണ്, ഫുഡ് കഴിക്കാൻ അതിന് വിശക്കുമ്പോൾ മാത്രമല്ലേ കരയുന്നത്, ബാക്കി എല്ലാ സമയം എന്താണ്, അത് ഹാപ്പിനെസ് ആണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നത്. അപ്പം നിങ്ങൾ ഒരു സ്ട്രെസ്സ് വരുന്ന സിറ്റുവേഷനിൽ പറയാം, ഞാനൊരു കുഞ്ഞു കുട്ടിയാണ്, എനിക്ക് എന്തിനാ ഇത്ര സ്ട്രെസ്സ്, എല്ലാവരെയും പോലെ എന്ത് ചെയ്യുക, ആ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന 1-2 ഹാബിറ്റ്സുകളുണ്ട്. എത്ര പേരാണ് ഉറങ്ങി എണീറ്റ ഉടനെ മൊബൈൽ എടുക്കുന്നവർ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. രാവിലെ ഉറക്കം എണീറ്റ ഉടനെ മൊബൈലാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ? ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. നിങ്ങൾ ചെയ്യാനുള്ളത്, രാവിലെ ഉറക്കം എണീറ്റ് 1 മണിക്കൂർ മൊബൈൽ എടുക്കരുത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻസോ അങ്ങനെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓക്കെ, അത് എടുക്കാം. അല്ലാതെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വെറുതെ സമയം കളയുന്നതിന് എടുക്കരുത്. ഒരിക്കലും ആ സ്ക്രോൾ ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഏറെ സ്ട്രെസ്സ് വരുന്നത്. അതായത് നിങ്ങൾ ഉറക്കം വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിരുന്നിട്ട് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ന്യൂസസ് കേൾക്കുന്നു. ഈ ന്യൂസ് എല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ അവിടെ തന്നെ സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങുകയാണ്. പിന്നെ നിങ്ങളുടെ ആ ഒരു 24 ഹവേഴ്സ് അല്ലെങ്കിൽ പിന്നെയുള്ള ബാക്കിയുള്ള സമയം നിങ്ങൾ നോക്കുകയും വേണ്ട,
കാരണം വെച്ചാൽ നിങ്ങൾ രാവിലെ ഉറക്കം എണീറ്റ് അത്രയും സമയം വരെ ആവശ്യത്തിലധികമുള്ള സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി എന്താണ്, നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയം മൊത്തം ഇത് നിങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത്, ഞാൻ ആക്ച്വലി 2 hours ആണ് പറയുന്നത്. ഫസ്റ്റ് 1 hour നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 1 മണിക്കൂർ. ഇപ്പം നിങ്ങളിപ്പോൾ അലാറം വെക്കുകയാണെങ്കിൽ അലാറം കേട്ട ഉടനെ ഓഫ് ചെയ്തിട്ട് അങ്ങ് വെക്കുക. ഓക്കെ. പിന്നെ എന്തെങ്കിലും അത്രയ്ക്ക് എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ കുട്ടികളൊക്കെ വിടുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ് നോക്കുക. ഒരിക്കലും യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ആ ഒരു ടൈമിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കരുത്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വന്ന് 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 നമ്മുടെ കംപ്ലീറ്റ് ബ്രെയിന് ഡാമേജ് ആണ് ചെയ്യുന്നത്. ഞാനൊക്കെ രാവിലെ ഉറക്കം എണീറ്റ് 2 hours മൊബൈൽ യൂസ് ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ടാണ് അത്, ഞാനത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇപ്പം അലാമും വെക്കാറില്ല. അലാം വെക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അതിനെ ഈ മറ്റേത് സ്നൂസ് ചെയ്ത് മാറ്റും. അതുകൊണ്ട് ആ പരിപാടിയില്ല. ഉറക്കം എപ്പോഴാണോ എണീക്കാൻ പറ്റുന്നത് അപ്പോഴേ എണീക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്, ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം നന്നായിട്ട് ഉറങ്ങി റിലാക്സ് ചെയ്ത് എണീക്കുക. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് സന്തോഷമില്ലാത്തൊരു കാര്യം, നമുക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഹറിബറിയിൽ ഉറക്കം എണീക്കും. ഹറിബറിയിൽ ഉറക്കം എണീക്കുമ്പോൾ നമ്മുടെ ഉറക്കം പകുതി ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മൾ എപ്പോഴാണ്, അതായത് നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, രാവിലെ ഇപ്പോൾ രാവിലെ നേരത്തെ എണീക്കണം എന്നുള്ളവർ രാത്രി നേരത്തെ കിടന്നുറങ്ങുക. രാത്രി നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഒരു 8 hours അല്ലെങ്കിൽ ഒരു 7 hours കറക്റ്റായിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഉറക്കം എണീക്കും. ഉറക്കം എണീറ്റിട്ട് നിങ്ങൾക്ക് കാര്യം, അപ്പം നിങ്ങൾ ഫസ്റ്റ് നാളെ മുതൽ പ്രിപ്പയർ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഒരു കാര്യം, നിങ്ങളുടെ പോസിറ്റീവായിട്ട് നടന്ന 3 കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാ ദിവസവും നിങ്ങളൊരു 7 days നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെയാണ് മൊബൈൽ ഫോണ്, ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ 1 hour എങ്കിലും നിങ്ങൾ മൊബൈൽ ഫോൺസ് ഇതാക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈലിൽ റീൽസ് കണ്ട് ഉറങ്ങുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ 6 ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസോ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള യൂട്യൂബ്സൊക്കെ കണ്ടിട്ട് ഉറങ്ങുന്നവർ, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ മാറ്റുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിറ്റേഷനൊക്കെ കേട്ടാണെങ്കിൽ, ഞാനൊക്കെ ചെയ്യുന്നത് രാത്രി ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ഇട്ടിട്ട് അങ്ങ് കിടക്കും. അതങ്ങ് കംപ്ലീറ്റ്ലി അതങ്ങ് സ്റ്റോപ്പ് ആവുന്നുണ്ടപ്പം അങ്ങ് പൊയ്ക്കോളും. പക്ഷെ നമ്മളങ്ങ് ഡീപ്പ് സ്ലീപ്പിലോട്ട് അങ്ങ് പൊയ്ക്കോളും. പിന്നെ അത് സ്റ്റോപ്പ് ആയിക്കോളും അത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ മാറ്റുക. കാരണം വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓക്കെ മെഡിറ്റേഷൻ ഇട്ട് ഉറങ്ങുകയാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ. ഇപ്പം ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വരുന്നതല്ലേ. നിങ്ങളെല്ലാവരും സ്വപ്നം കാണുന്നവരാണല്ലേ. ഈ നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണോ കണ്ടു നിർത്തിയിരിക്കുന്നത് അതാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ കൂടുതലും വരുന്നത്. നമ്മൾ ഡേ ടൈമിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഡ്രീമിനകത്ത് വരാറുണ്ട്. അപ്പോൾ ആ ഡ്രീമിന് അല്ലെങ്കിൽ ആ നല്ല സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു ചിന്തയിലോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ഓക്കെയാണ്. അല്ലാതെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത റീൽസ് ഒന്നും കണ്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൈകളിലാണ്. അതിനു വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നാലാമത്തെ ഒരു കാര്യം ആകുമ്പോൾ എക്സസൈസ് ചെയ്യാം. അതായത് എക്സസൈസ് എന്നല്ല, നമ്മൾ ബ്രീത്ത് എടുക്കുക. അതായത് 4-7-8 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ 4 seconds വേണമെങ്കിൽ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അത് 4-7-8, അതായത് നമ്മൾ ഒന്ന് ആദ്യം ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഒരു 4 seconds, അത് 1 2 3 4, ആ ഒരു 4 seconds നമ്മൾ ഹോൾഡ് ചെയ്യുക. പിന്നെ അതെന്ത് ചെയ്യുക, ശ്വാസം ഒന്ന് എന്ത് ചെയ്യുക, ഒരു 7 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പിടിച്ച് ഇതാക്കുക. പിന്നെ ഒരു 8 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് വിടാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 4-4-4 എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, ബോക്സ് ബ്രീത്ത് ഉണ്ട്, അത് ചെയ്യുക. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബ്രീത്ത് എടുക്കുക. ഇങ്ങനെ ബ്രീത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ബ്രീത്തൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ ശ്വാസം പോകുന്നതും നിങ്ങളുടെ ആ മൂക്കിൽ കൂടി ആ ശ്വാസം തട്ടുന്നതൊക്കെ നിങ്ങൾക്കത് ഭയങ്കര ഇതായിരിക്കും. അപ്പം ഏതെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കേൾക്കുമ്പോൾ പതുക്കെ ഒന്ന് ഐ ആം കൂൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഇതുപോലെയുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്ത് നിങ്ങൾക്ക് ബ്രീത്തിനെ കൺട്രോൾ ചെയ്ത് ബ്രീത്ത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. എന്ന് വെച്ചാൽ അത്രയും സ്ട്രെസ്സ് നിങ്ങൾ എന്താണ് റിലീസാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബ്രീത്ത് കൺട്രോളിങ് ടെക്നിക്സുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ട്, ബാക്ക്വേർഡ് ആയിട്ട് 5-4-3-2-1 എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ പറയും, കൗണ്ട് ചെയ്യുക 5-4-3-2-1. ഓക്കെ, നിർത്തി നിന്ന് കഴിഞ്ഞു അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതായത്
പെട്ടെന്ന് അതായത് നമ്മുടെ ചിന്തകൾക്ക് ആകെ ഈ പറയുന്ന പോലെ 5 സെക്കൻഡൊക്കെ ഉള്ളൂ. ആ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ 5 സെക്കൻഡ്സിൽ കൂടുതൽ ഹോൾഡ് ചെയ്യത്തില്ല. പിന്നെ ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ അത്രയും ട്രിഗർ ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു 5 സെക്കൻഡ്സ്, 5 4 3 2 1 അത് കഴിയുമ്പോൾ ലെറ്റ് ഇറ്റ് ഗോ, അത് പോവാണ്. അതങ്ങനെ അത് നിങ്ങളിങ്ങനെ നമ്മൾ പറയും നൊടിക്കുക എന്ന് പറയില്ല, ആ നൊടിക്കിടയിൽ നമ്മൾ എന്തിനാ അതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയാം. 5 4 3 2 1 ഇത് ഇത്രയും പറയാം. ജസ്റ്റ് കണ്ണടയ്ക്കുക, 5 4 3 2 1. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കാൻ തുടങ്ങുക. സോ ഏതൊരു നെഗറ്റീവ് ഇമോഷൻസിനെയും പോസിറ്റീവ് ആക്കി മാറ്റുന്നത് നമ്മൾ ഓരോരുത്തരാണ്. സോ ഒരുപാട് ടെക്നിക്സുകൾ അവൈലബിൾ ആണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. ഇതൊന്നും നമ്മൾ കാണാതെ കുറേ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് കഴിയുമ്പം ബ്രെയിൻ എന്താണ്, ഓ ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം ബ്രെയിൻ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നല്ലതോ മോശമോ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ബ്രെയിൻ എന്താണ്, ബ്രെയിൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഇന്ന വ്യക്തി മോശമാണ്, ഇന്ന വ്യക്തി മോശമാണ്, ഇന്ന വ്യക്തി മോശമാണ്. അപ്പം ബ്രെയിൻ ആ വ്യക്തി വരുമ്പോഴേ നമ്മളോട് പറയും ഇന്ന ആൾ മോശമാണ്, ഇന്ന ആൾ മോശമാണ്, ഇന്ന. അപ്പം നമ്മൾ എന്തായിരിക്കും ആ വ്യക്തിയോട് പെരുമാറുന്നത്, ആ അവര് മോശമല്ലേ, അല്ലെങ്കിൽ അവര് ഇങ്ങനെയാണല്ലേ, എന്നെ അത് ചെയ്തില്ല, എന്നെ ഇത് ചെയ്യില്ല. അപ്പം ഒരു വിദ്വേഷം, പക, അങ്ങനെയുള്ള രീതിക്കായിരിക്കും ബ്രെയിൻ നമ്മളെ ഇതാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെയും ക്രിട്ടിസൈസും ചെയ്യാനോ ഒരു വ്യക്തിയെയും കുറ്റം പറയാനോ ഒരു അവകാശവും നമുക്കില്ല. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവർ ഓക്കെ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മ എന്നുള്ള രീതിക്ക് നമ്മൾ അവരോട് ഫോർഗീവ് ചെയ്യാനായിട്ട് നമ്മളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം ചെയ്യാനുള്ള അപ്പം ഈ ഒരു സംഭവം ചെയ്യാം. അപ്പം ഇതും നിങ്ങൾക്കൊരു ഏതാണ്ട് ഒരു 5 കാര്യത്തോളം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം ഒരു ഐ ആം കൂൾ എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുക, പിന്നെ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് എടുക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ബ്രെയിനിനെ റിവയർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 3 കാര്യങ്ങൾ എഴുതുക. പിന്നെ അതുപോലെ എന്താണ്, നിങ്ങളുടെ ഡിജിറ്റൽ ഡിറ്റോക്സ്, അതായത് 1 മണിക്കൂർ ഉറങ്ങി എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും നിങ്ങൾ 1 മണിക്കൂർ ഫോൺ മാറ്റി വയ്ക്കുക. നിങ്ങൾ ബ്രീത്ത് എക്സസൈസുകൾ ചെയ്യുക. അതിൽ 5 സെക്കൻഡ്സ് റൂൾ നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഹാപ്പിനെസ് ജാറുണ്ട്. ഹാപ്പിനെസ് ജാർ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. ഒരു വീട്ടിലെ കുപ്പികൾ കാണുമല്ലോ, വീട്ടിൽ എന്തായാലും കുപ്പികൾ കാണും. ആ കുപ്പിക്കകത്ത് നിങ്ങൾ ഈ ഹാപ്പി ആയിട്ടുള്ള കുറേ വാക്കുകൾ എഴുതിയിടുക. ഇപ്പം ഹാപ്പി, കൂള്, കോൺഫിഡൻറ്റ്, ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ നിങ്ങൾ എഴുതിയിട്ടിട്ട് നിങ്ങളത് നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനെ വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിരിക്കും. അത് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. കാരണം എന്തുവാണ്, ആ ഒരു എന്താണ് നിങ്ങളുടെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം നിങ്ങൾക്ക് രാവിലെ എണീറ്റ് വായിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്ട്രെസ്സൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ വായിക്കാം. അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ എന്തായിരിക്കും, പോസിറ്റീവായി മാറുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 24 hours നിങ്ങളുടെ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അത് എന്താണ് നല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം എഴുതുക. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ എത്രത്തോളം നന്ദി, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഞാൻ എല്ലാവരും ചോദിക്കും പറയും, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് അല്ലെങ്കിൽ നന്ദി പറയുന്നുണ്ട്. സോ നന്ദി പറയുക എന്ന് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ മാത്രമല്ല നമ്മൾ നന്ദി പറയാനുള്ളത്, നമ്മുടെ പാസ്റ്റ് മുതലേ നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? നിങ്ങൾക്ക് വീടില്ലേ? വാടകയാണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും ഒരു വീടില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ വാഹനം എന്ന് പറയുന്നൊരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കും. അല്ലെങ്കിലും ഒരു വാഹനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെയ്ഡായിട്ടാണെങ്കിലും പോകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേ? നിങ്ങൾക്ക് നല്ല കാലുകളില്ലേ, നല്ല കൈകളില്ലേ? വീട്ടിൽ എന്തൊക്കെ ആ, സംഭവങ്ങളായിരിക്കുന്നത്? ഫ്രിഡ്ജില്ലേ, വാഷിംഗ് മെഷീനില്ലേ, എ സി ഇല്ലേ, ടി വി ഇല്ലേ, മൊബൈലില്ലേ? ഇങ്ങനെ എന്തുമാത്രം സംഭവങ്ങളാണ് നിങ്ങളുടെ കയ്യിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ടും നിങ്ങൾ പറയുന്നത് എന്തുവാണ്, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല എന്ന്. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. അങ്ങനെ നമ്മുടെ കൈകളിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ മാത്രമേ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ പക്ഷെ നമുക്ക് ഉള്ള കാര്യത്തിന് നമ്മൾ നന്ദി പറയാതിരിക്കുമ്പോൾ പുതിയതായിട്ട് ഒരു കാര്യം വന്ന് ചേരത്തില്ല, അല്ലേ? നമ്മളൊരു ബക്കറ്റിൽ
പൈപ്പ് തുറന്നു വെച്ച് വെള്ളം നിറയ്ക്കുകയാണ്. വീണ്ടും 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 ആ വെള്ളം ഇങ്ങനെ ബക്കറ്റ് നിറയ്ക്കുമ്പോൾ എന്തായിരിക്കും, വെള്ളം തൂകിയേ പോകത്തുള്ളൂ അല്ലേ. ആ ബക്കറ്റ് എം ടി ആക്കിയാൽ മാത്രമേ പുതിയ പുതിയ വെള്ളം നമുക്ക് അതിനകത്ത് നിറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എല്ലാ ദിവസവും ഇപ്പം നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ കാണുന്നുണ്ട്. പറയാ നിങ്ങളുടെ മുമ്പ് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ ചുറ്റുപാടും എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കിയേ, എന്നിട്ട് അതിനൊക്കെ ഒന്ന് താങ്ക് യു പറഞ്ഞു നോക്കിയേ. ഇപ്പം എൻ്റെ അടുത്താണെങ്കിൽ വാട്ടർ ബോട്ടിലുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ചാർജർ ഇരിപ്പുണ്ട്, ഇവിടെ ബനാന ഇരിപ്പുണ്ട്, പിന്നെ അതുപോലെ ബുക്ക് ഇരിപ്പുണ്ട്, പിന്നെ പെൻ ഇരിപ്പുണ്ട്, വാച്ച് ഇരിപ്പുണ്ട്, ടി വി ഇരിപ്പുണ്ട്, മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്, ബെഡ് ഇരിപ്പുണ്ട്, ഒരു ജീപ്പ് ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നതിന് ശേഷം എല്ലാത്തിനും, അതായത് എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യും, നന്ദി പറയാനായിട്ട് തോന്നും. കാരണം വെച്ചാൽ എന്താണ്, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ചുമ്മാ വീട്ടിൽ കയറി വന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. അപ്പൊ ആ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നതായിരിക്കാം, ഗിഫ്റ്റ് തരാണെങ്കിലും അവർ പൈസ കൊടുത്തല്ലേ ഗിഫ്റ്റ് വാങ്ങിക്കുന്നേ. ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാനായിട്ട് നോക്കാം. സോ എത്രത്തോളം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റും, അത്രത്തോളം നന്ദിയിൽ നിങ്ങൾ ജീവിക്കാനായിട്ട് നോക്കുക. സോ ഇങ്ങനെ നന്ദിയിൽ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിനകത്ത് പ്രോഗ്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സോ നമ്മൾ പ്രോഗ്രസീവായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നന്ദിയായിരിക്കണം. ഓക്കെ. അപ്പം ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നതാണ്. ആ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് നമ്മൾ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നമ്മളെ ഹാപ്പിനെസ് ആക്കിയാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരെ ഹാപ്പിനെസ് ആക്കി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. നമ്മൾ ഹാപ്പിനെസ് ഇല്ലാതിരിക്കുകയാണ്, ഓഫ് എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അടുത്തുള്ള ആൾക്കും വയ്യാണ്ടാവാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പം പെട്ടെന്ന് വിടും. അപ്പോൾ ഹാപ്പിനെസ് ആയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് നിങ്ങൾ ഈ പറയുന്ന ടെക്നിക്സുകൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. സോ ഇത്രയും ഞാൻ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഞാൻ ഇത്രയും ടെക്നിക്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പം ഞാൻ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പോഴ് നിങ്ങൾക്ക് ഈ ഒരു 40 മിനിറ്റ്സ് ആകുമ്പോൾ 39 മിനിറ്റ്സിന്, അല്ലെങ്കിൽ ഈ ഒരു 39 മിനിറ്റ്സിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതായത് 1 എന്ന് പറഞ്ഞാൽ സങ്കടം, 10 എന്ന് പറഞ്ഞാൽ സന്തോഷം. ഒന്ന് ടൈപ്പ് ചെയ്തേ. 10, 10. താങ്ക് യു. ഞാൻ പറഞ്ഞ പ്രോമിസ് ഞാൻ റെഡിയാക്കിയില്ലേ? ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഞാൻ മാക്സിമം ഒരു 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ ഒരു 10 എത്തിക്കാമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തു. ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നമുക്ക് ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നിങ്ങളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാലോ അല്ലേ. സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യത്തില്ലേ? ഏ ഹാൻഡിൽ ചെയ്യുമല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു സെഷനിലോട്ട് പങ്കെടുത്തതിനും നിങ്ങളുടെ എല്ലാവരുടെ ആക്റ്റീവായിട്ടുള്ള റെസ്പോൺസിനും വളരെയധികം സന്തോഷം.